अगर आपको लगता है केजरीवाल ईमानदार है, जम के वोट दे देना मेरे पक्ष में। चुनाव के बाद सीएम की कुर्सी पे जाके बैठूंगा और जब तक आपका फैसला नहीं आएगा तब तक मैं जिम्मेदारी नहीं संभालूंगा। और मैं जब तक चुनाव नहीं होते, मैंने जैसे बताया 2 दिन के बाद मैं अपना इस्तीफा दूंगा। जब तक चुनाव नहीं होते तब तक मेरी जगह आम आदमी पार्टी से कोई और मुख्यमंत्री बनेगा। अगले 2-3 दिन के अंदर विधायक दल की मीटिंग होगी और विधायक दल की मीटिंग में अगले मुख्यमंत्री के नाम का तय किया जाएगा। നമസ്കാരം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അരവിന്ദ് കെജ്രിവാൾ അടുത്ത പോരാട്ടത്തിനൊരുങ്ങുന്നു. ആപ്പിനെ അഴിമതി പാർട്ടിയാക്കാൻ, കെജ്രിവാളിനെ കള്ളനാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കത്തിന് ജനത്തിലൂടെ മറുപടി നൽകാനാണ് തീരുമാനം. ഉജ്ജ്വലമായ തീരുമാനം. കെജ്രിവാൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അവർ വിധിക്കട്ടെ അയാൾ സത്യസന്ധനോ അഴിമതിക്കാരനോ എന്ന്. എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട് അതിന് ധൈര്യം? ആ വ്യത്യസ്തതയുടെ പേര് കൂടിയാണ് കെജ്രിവാൾ. ശത്രുവിന്റെ ആയുധം ശത്രുവിന്റെ തന്നെ നേർക്ക് തിരിക്കുകയാണോ കെജ്രിവാൾ? തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ യുദ്ധത്തെ ധർമ്മയുദ്ധമാക്കി മാറ്റുകയാണോ ആം ആദ്മി പാർട്ടിയും കെജ്രിവാൾ എന്ന ആ പാർട്ടിയുടെ പ്രതീകവും? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. കെജ്രിവാളിന്റെ ഉള്ളിലെന്ത്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്കർ, CR നീലകണ്ഠൻ, ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ്, സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ് എൻകൗണ്ടർ പ്രൈമിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ഡോക്ടർ സെലിൻ ഫിലിപ്പ്, എന്തായാലും ഈ കുടിവെള്ള പ്രതിസന്ധി, അതുപോലെ തന്നെ മഴക്കെടുതി, അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ഒരു ദാരുണാന്ത്യം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആപ്പ് സർക്കാരിന് പ്രതികൂലമായി നിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ ഭരണവിരുദ്ധ തരംഗം മറികടക്കാനുള്ള തന്ത്രപരമായൊരു നീക്കമാണ് ഇപ്പോഴത്തെ ഈ രാജ്യനാടകം എന്നാണ് ഉയരുന്ന വിമർശനം. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? കാരണം ഇതിലൂടെ കേജ്രിവാൾ നൽകുന്ന സന്ദേശം എന്താണ്? ജനങ്ങൾ ഈ ഭരണവിരുദ്ധ തരംഗം, അതിൻ്റെ വിക്ടിം ജനങ്ങളാണ് എന്ന് വരാതിരിക്കാൻ സ്വയം ഒരു വിക്ടിമായി നിൽക്കുക. കേന്ദ്ര സർക്കാരിനെ ഈ രൂപത്തിൽ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞ് ഒരു കളങ്കിതനാക്കി മാറ്റാൻ നോക്കുന്നു. ഞാൻ അതിനെ അതിജീവിക്കാൻ നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ ഞാനാണ് വിക്ടിം, എൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, നിങ്ങളല്ല വിക്ടിം. അത്തരമൊരു നറേറ്റീവിനാണോ കേജ്രിവാളിന്റെ ശ്രമം? എനിക്ക് സംസാരിക്കാമോ? പറഞ്ഞോളൂ മാഡം. ഹലോ. അദ്ദേഹം എന്നും ജനങ്ങളുടെ കൂടെയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത്ര നാളും തൻ്റെ ജോലി രാജിവെച്ച് അഴിമതിരഹിതമായ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്ന അരവിന്ദ് കെജ്രിവാളിനെ 2 വർഷമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളും വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, അദ്ദേഹത്തിന്റെ രാജിയാണെങ്കിലും, അദ്ദേഹത്തിന്റെ അറസ്റ്റ് ആയിരുന്നപ്പോഴും, അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കിട്ടിയപ്പോഴും, ഇപ്പോഴും എല്ലാം അത് തീർച്ചയായിട്ടും വാർത്തയായി, രാഷ്ട്രീയപരമായ വാർത്തയായി തന്നെ മാറി. അദ്ദേഹം ജനങ്ങൾക്ക് എന്ത് ചെയ്താലും അത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എടുത്തിട്ട് താൻ ഇനിയും ആ പദവിയിലേക്കുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടായിരിക്കും. വിമർശനപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളുടെയൊക്കെ ഫലമായിട്ട് രാജിവെക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ആ തരത്തിലൊന്നും രാജിവെക്കാതെ താൻ അറസ്റ്റിലായിരുന്നപ്പോൾ പോലും മുഖ്യമന്ത്രിയായി തുടരുകയും താൻ ഇപ്പൊ നിരപരാധിയായിട്ട്, പ്രഥമ ദൃഷ്ടിയ നിരപരാധിയായിട്ട് സുപ്രീം കോടതി തന്നെ അദ്ദേഹത്തെ പുറത്തുവിട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലേ താൻ ആ സ്ഥാനത്തേക്കുള്ളൂ എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരി. പക്ഷേ ഡോക്ടർ സെലിൻ ഫിലിപ്പ്, അല്ല, ഇതൊക്കെ മഹനീയമായ കാര്യങ്ങളാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇനിയും മറച്ചുവെക്കുന്ന ഒരു വശം കൂടിയുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ആപ്പ് സർക്കാർ 49 ദിവസം കഴിഞ്ഞ് അദ്ദേഹം രാജി പ്രഖ്യാപിക്കുന്നു.
ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങൾ സ്വീകരിക്കുകയും വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഘട്ടത്തിൽ അപക്വമായൊരു നിലപാടായിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ജനങ്ങൾ ക്ഷമിച്ച് അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ തുടരൻ വിജയങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിൽ ജനസ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് എന്നത് ഉറപ്പാക്കിയ വിജയങ്ങൾ തന്നെയാണ്. പക്ഷേ ചോദ്യം, ഈ കേജ്രിവാളിനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് 3 മാസം മുൻപ് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിലെന്തായിരുന്നു മുദ്രാവാക്യം? ജയിൽ കെ ബദലെ വോട്ടെന്നായിരുന്നില്ലേ? കിട്ടിയില്ലല്ലോ. 7ഇടത്തും തോറ്റു തുന്നാൻ പാടിയില്ലേ? എന്ന് വെച്ചാൽ ഡൽഹി BJP തൂത്തുവാരിയില്ലേ? അപ്പോഴില്ലാത്ത ഏത് വിശ്വാസമാണ് ഇനി അളക്കാൻ പോകുന്നത്? അതിപ്പോ നമുക്ക് ഇവിടെയും അങ്ങനെയല്ലേ സർ? ഇവിടെ ഇപ്പം അധികാരത്തിൽ ഇരിക്കുമ്പം LDF ഗവൺമെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോഴും കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് UDF അല്ലേ ജയിച്ചത്? അങ്ങനെയല്ല ആ മുദ്രാവാക്യം, അങ്ങനെയല്ലായിരുന്നു ആ മുദ്രാവാക്യം. അല്ലല്ല, ഒരു മുന്നണിക്കെതിരെ മറ്റൊരു മുന്നണി എന്ന രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടന്നത്. അങ്ങനെയായിരുന്നില്ല നിങ്ങളുടെ മുദ്രാവാക്യം. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച്, കേജ്രിവാളിനെ കേന്ദ്രീകരിച്ച് ജയിൽ കെ ബദലെ വോട്ടായിരുന്നു. അത് കിട്ടിയില്ല. ഇനിയും ഇലക്ഷൻസ് വരികയാണല്ലോ. ഒരിക്കൽ കിട്ടിയില്ലെന്ന് എങ്കിൽ വിചാരിച്ചും പല പല കാരണങ്ങൾ അതിനകത്തുണ്ട്, നമുക്ക് പറയാൻ പറ്റും. പല പല കാരണങ്ങളുണ്ട്. അദ്ദേഹം ജയിലിലായിരുന്നു, വേണ്ടത്ര ഇലക്ഷൻ പ്രചാരണമൊന്നും നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നും ഗവൺമെന്റിനെ എന്നും എന്താ പറയുന്ന ടെൻഷനില് പ്രഷറിൽ നിർത്താനായിട്ട് എപ്പോഴും കേന്ദ്ര ഏജൻസികളും കേന്ദ്രവും പുറകെ ഉണ്ടായിരുന്നു. പല പല ബാധ്യതകൾ അദ്ദേഹത്തിന് വന്നു. ഭരണം നന്നായിട്ട് കൊണ്ടുപോകണം, ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കണം, ഭരണം മുമ്പോട്ട് കൊണ്ടുപോകണം. പല തടസ്സങ്ങൾ ഉണ്ടാക്കിയപ്പോഴും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, ഇലക്ഷനോട് അടുത്ത വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ജാമ്യം ലഭിച്ചുള്ളൂ, ഇടക്കാല ജാമ്യം ലഭിച്ചുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ടല്ലോ, ആപ്പ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതൊരാശയമാണ് എന്ന്. ആശയത്തിന് 21 ദിവസം കൊണ്ട് ആശയത്തിന് 21 ദിവസം കൊണ്ട് ഡൽഹി ജനതയെ സ്വാധീനിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ തുടരൻ ജയം ഡൽഹി ജനത സമ്മാനിച്ചതാണ്. അത്ര പരിചിതരാണ് കെജ്രിവാളും സംഘവും. ഈ 5 മാസം ജയിലിൽ കിടന്നു എന്ന് വെച്ച് അപരിചിതരാകുന്ന ഒരു കൂട്ടരല്ല ഡൽഹി വോട്ടർമാരെ സംബന്ധിച്ച് ഈ പറയുന്ന കെജ്രിവാളും സംഘവും. മാത്രമല്ല, നിങ്ങൾ മുന്നോട്ട് പറയുന്നത് ആശയത്തെ പറ്റിയാണ്. അങ്ങനെയെങ്കിൽ ആശയത്തിന് 21 ദിവസം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അമ്പേ വിചിത്രമായ ന്യായമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ, എന്തുകൊണ്ടിപ്പോൾ കേജ്രിവാൾ ഇങ്ങനെ നാടകീയമായ ഒരു രാജ്യപ്രഖ്യാപനം നടത്തുന്നു താങ്കളുടെ നിരീക്ഷണത്തിൽ? ശ്രീ വേണു, ഞാനിതിൽ മനസ്സിലാക്കുന്നത് CBI കേസിലാണെങ്കിലും ED കേസിലാണെങ്കിലും സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പരിധിവരെ ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സുപ്രീം കോടതിയുടെ ഇപ്പോൾ ഈ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന CBI കേസിലെ വിധി നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ എൻഡോഴ്സ് ചെയ്യുന്ന ചില ജാമ്യത്തിനുള്ള റീസൺസ് ഉണ്ട്, ചില കണ്ടീഷൻസ്. ആ കണ്ടീഷൻസിനെല്ലാം തന്നെ കോടതി ആശ്രയിച്ചിരിക്കുന്നത് മുൻപുള്ള ED കേസുമാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ സ്വതന്ത്രനായി വരുന്ന, അതായത് ജയിലിൽ നിന്ന് മോചിതനായി വരുന്ന ശ്രീ അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിക്ക് കുറേയധികം നിബന്ധനകളുണ്ട്. അതിലൊന്ന്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 2, ഡൽഹി സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 3, അദ്ദേഹത്തിന് ഫയലുകളിൽ, നിരന്തരം ഒരു മുഖ്യമന്ത്രി കാണേണ്ടുന്ന ഫയലുകളിൽ ഒപ്പിടാൻ അദ്ദേഹത്തിന് അധികാരമില്ല എന്നുള്ളതാണ്. 4, സാക്ഷികളായിട്ടുള്ള ആൾക്കാരെ അദ്ദേഹം കാണരുത് എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികളായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏതാണ്ട് 200-ലധികം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അടുത്തത്, ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളൊന്നും തന്നെ അദ്ദേഹം കാണാൻ പാടില്ല എന്നുണ്ട്. ഇനി ലഫ്റ്റനന്റ് ഗവർണറുടെ അപ്രൂവൽ ആവശ്യമുള്ള ഫയലുകൾ മാത്രമേ അദ്ദേഹത്തിന് ഒപ്പിടാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരു CM എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഡേ ടു ഡേ കാര്യത്തിന് വേണ്ടിയിട്ട് ഒപ്പിടേണ്ടുന്ന ഫയലുകളൊന്നും തന്നെ അദ്ദേഹത്തിന് ഒപ്പിടാൻ കഴിയില്ല എന്നുണ്ട്. ഒപ്പം ഈ കേസുകളുടെ മെറിറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു പബ്ലിക് കമന്റ് പോലും നടത്താൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനുമുണ്ട്. അത് തന്നെ കോടതി പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നുണ്ട്, ഒരു സെൽഫ് സെർവിങ് നറേറ്റീവ് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ മറ്റുള്ള കണ്ടീഷൻസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും തന്റെ ഓഫീസിൽ പ്രവേശനമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, സെക്രട്ടേറിയറ്റിൽ പ്രവേശനമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഫയലുകൾ ഒപ്പിടാൻ അധികാരമില്ലാത്ത ഒരു മുഖ്യമന്ത്രി പിന്നീട് മുഖ്യമന്ത്രിയായി തുടരുക എന്ന് പറയുന്നതിന് വളരെ വലിയ രീതിയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. അദ്ദേഹം ജയിലിൽ കിടന്നിരുന്ന സമയത്ത് ഇതിനൊന്നും തന്നെ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി സാധ്യമാകാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി അടക്കം പറയുന്നത് അദ്ദേഹം ഇന്നസെന്റ് ആയിട്ട് അദ്ദേഹം പുറത്തു വന്നു, അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ഇന്നസെന്റ് ആയിട്ട് അദ്ദേഹത്തിനെ കോടതി കണ്ടു
എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നസെന്റ് ആയിട്ട് ഒരാൾ പുറത്തു വന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ജനറൽ പെർസെപ്ഷനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകണം, അദ്ദേഹത്തിന് ഡൽഹി സെക്രട്ടേറിയറ്റിൽ പോകണം, മറ്റുള്ള കാര്യങ്ങൾ ഫയൽ കാണുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെയുള്ള ഏറ്റവും വലിയ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരുന്നതിനുള്ള തടസ്സം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഇത് തന്നെയുമല്ല, ഈ ED കേസ് റെഫർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ CBI കേസ് തീർപ്പാക്കുന്ന സമയത്ത് അതിൽ ഒരു പാരഗ്രാഫ് ഈ കണ്ടീഷൻസ് ലേ ഔട്ട് ചെയ്തതിന് ശേഷം ആദ്യ വിധിയിൽ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് പറയുന്നതാണ്. അത് ഒരു സെന്റൻസ് ഞാനിങ്ങനെ വായിക്കാം. While we do not give any direction, since we are doubtful whether the court can direct an elected leader to step down or not function as the chief minister or as a minister, we leave it to Arvind Kejriwal to take a call എന്നാണ്. അതായത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയോട്, അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ മറ്റു മന്ത്രി ആയിക്കോട്ടെ, ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നത്, കോടതി ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ഞങ്ങൾ ശ്രീ കെജ്രിവാളിന് വിടുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ശരി. ഈ പറയുന്ന ജാമ്യ കണ്ടീഷൻസ് എല്ലാം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയായി ആൾക്കാരുടെ താല്പര്യങ്ങൾ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോയ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഒരു ചെറിയൊരു ലീഗൽ കാര്യം കൂടി ഇതിൽ ഉണ്ടായേക്കാം. അതായത് ഈ കോടതി ആത്യന്തികമായിട്ട് ഇത് തീരുമാനിക്കുക എന്ന് പറയുന്നത് കോടതി പ്രൊസീഡിംഗ് വഴിയാണെന്നുള്ളത് നമുക്കറിയാം. അതിലുണ്ടാകുന്ന ലക്ഷക്കണക്കിന് പേജുകളുള്ള പേപ്പറുകൾ പരിശോധിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതൊരു ലോങ് വൈൻഡിങ് പ്രോസസ് ആണ് എന്നുള്ളത് കൂടി പരിഗണിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ജാമ്യം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വിധിന്യായത്തിൽ കാണാം. പക്ഷെ ഞാൻ പറയുന്നത് ജനങ്ങളുടെ കോടതിയിലാണ് അദ്ദേഹം അത് തെളിയിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ഇനി മുഖ്യമന്ത്രിയായിട്ട് വന്നാലും അദ്ദേഹത്തിന് ഈ ബെയിൽ കണ്ടീഷൻസ് ഏത് രീതിയിലാണ് അപ്ലൈ ആവുക എന്നുള്ളത് ശരിയാണ്. ശ്രീജിത്ത് പറയുന്ന നിയമപ്രശ്നങ്ങളുണ്ട്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് അതിനൊരു വ്യക്തതയും കൂടെ വേണ്ടതുണ്ട് ഈ ചർച്ചയിൽ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഒന്നാമത്തെ കാര്യം, ഇനി ഏത് കൊമ്പുകുലുക്കുന്ന കേസായാലും ഏത് കേന്ദ്ര ഏജൻസി ആയാലും സുപ്രീം കോടതിയെപ്പോലെ ഉന്നത നീതിപീഠം ജാമ്യ വ്യവസ്ഥ വെക്കുമ്പോൾ അത് ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഏതെങ്കിലും തരത്തിൽ കടിഞ്ഞാണിടുന്ന രൂപത്തിലുള്ളതാകുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഒരു പരിമിത മുഖ്യമന്ത്രിയായി ഒരാളെ മാറ്റുന്നത് എങ്ങനെയാണ് നിയമപരമായി ഒരു ജാമ്യ വ്യവസ്ഥയായി വരിക? അത് ജനാധിപത്യ ധ്വംസനത്തിന് ഉന്നത നീതിപീഠം തന്നെ മുതിരുന്നതിന് തുല്യമല്ലേ? സാധാരണ ഒരു കേസായിരുന്നെങ്കിൽ ആ ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി പറയാമായിരുന്നു. പക്ഷെ ഈ കേസിനകത്തെ അലിഗേഷൻ എന്താണ്? അലിഗേഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാവ് എന്നുള്ള സ്ഥാനവും മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിനകത്തൊരു പോളിസിയിൽ ചേഞ്ചസ് വരുത്തി എന്നുള്ളതാണല്ലോ കെജ്രിവാളിനെതിരെയുള്ള കേസ് തന്നെ. ആ കേസ് ചിലപ്പോൾ തെറ്റായിരിക്കും, ആ കേസിനകത്ത് ഇദ്ദേഹം നിരപരാധിയായിരിക്കും. കോടതി പറഞ്ഞത് ഒരു കേസിൽ ഒരാളെ ചാർജ് ചെയ്തുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു അലിഗേഷൻ വന്നുകൊണ്ട് മാത്രം ഒരാളെ കുറ്റം ചെയ്തെന്ന് അർത്ഥമില്ല. പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഉണ്ട്. ഇയാളെ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പ്രിസംപ്ഷനാണ് കോടതികൾക്ക് എപ്പോഴും ഉള്ളത്. കോടതിയിൽ അത് ബിയോണ്ട് ദ ഷാഡോ ഓഫ് ഡൗട്ട് എന്ന് പറയും. ഒരു സംശയത്തിന്റെ നിഴല് പോലും ഇല്ലാതെ തെളിയിക്കുന്നത് വരെ നിരപരാധിയാണ്. പക്ഷേ ജാമ്യം കൊടുക്കുമ്പോൾ എല്ലാ കോടതികളും സാധാരണ ചെയ്യാറുള്ളതാണ്, അതിന് ഈ കേസിന് ഒരു കോട്ടം തട്ടാത്ത രീതിയിലുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തും. ഈ കേസിനകത്ത് സുപ്രീം കോടതി ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയത് അതിന്റെ സാങ്കത്യത്തെ പറ്റി സംശയം ഉന്നയിച്ചിരുന്നു. ഈ CBI കേസിലെ വിധിയിൽ ജസ്റ്റിസ് ഉജ്ജൽ ഖുയാൻ സംശയം പറഞ്ഞിരുന്നു. അതായത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഏർപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ജുഡീഷ്യൽ പ്രൊപ്രൈറ്റി കാരണം ഞാൻ അതിനൊന്നും കമന്റ് പറയുന്നില്ല. കാരണം ഇതുപോലെ തന്നെ ഒരു 2 അംഗ ബെഞ്ചാണ്, സുപ്രീം കോടതിയുടെ നേരത്തെ ഉള്ള ഒരു ബെഞ്ചാണ് ഈ കണ്ടീഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്തത്. ആ കണ്ടീഷൻ അതേപടി ഈ ബെഞ്ചും CBI കേസിലും പറയുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംശയം നിൽക്കുമ്പോൾ തന്നെ എന്തിനാണ് ഈ കണ്ടീഷൻ ഇമ്പോസ് ചെയ്തതെന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഉത്തരം, ഈ ആരോപണങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട് അദ്ദേഹം അതിൻ്റെ തന്നെ ഫയലുകൾ കാണുകയും അതിൽ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കേസ് പ്രൂവ് ചെയ്യാൻ പ്രയാസമാണെന്നായിരുന്നു പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയുടെ വാദം. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI ഒക്കെ വാദിച്ചത് അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഈ കേസിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഫയലുകളെല്ലാം നോക്കുകയാണെങ്കിൽ അത് കേസിനെ അഫക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പൊ സുപ്രീം കോടതിക്ക് വിവേചന അധികാരമുണ്ട്. ജാമ്യം കൊടുക്കുമ്പോൾ അതിൽ പല വ്യവസ്ഥകൾ ഏർപ്പെടുത്താനുള്ള വിവേചന അധികാരമുണ്ട്. അതിൽ അവർക്ക് ഉചിതമെന്ന് തോന്നിയ ഒരു വിവേചനാധികാരം അത് ഉപയോഗിച്ചിട്ട് ചെയ്തത് ഈ കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാൻ ചീഫ് മിനിസ്റ്ററുടെ സ്ഥാനം ഉപയോഗിച്ച് ഈ ഫയലുകൾ കാണരുത് എന്ന് പറഞ്ഞു. അതിനപ്പുറം
ബാക്കി ഫയലുകൾ ഒപ്പിടരുതെന്നൊക്കെ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കും സംശയമുണ്ട്. ജസ്റ്റിസ് എന്റെ ഒരു രണ്ട് ചോദ്യങ്ങൾ, എന്റെ രണ്ട് അതിനോടുള്ള ഉപചോദ്യങ്ങൾ. ഒന്ന്, ഹേമന്ത് സോറൻ ഇപ്പോഴും മുഖ്യമന്ത്രിയാണല്ലോ. ഹേമന്ത് സോറൻ ആ കപ്പാസിറ്റിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ബാധകമാകാതിരിക്കുന്ന ഏത് സാഹസ പ്രവൃത്തിയിലേക്ക് കേജ്രിവാൾ പോകുമെന്നാണ് സുപ്രീം കോടതി ഈ കേസിൽ സംശയിക്കുന്നത്? ചോദ്യം 1. ചോദ്യം 2, ഇവിടെ ഈ പറയുന്ന കർശനമായ ഒരു ജാമ്യ വ്യവസ്ഥ വെച്ചാൽ മതി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് പ്രതികരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സമാനമായി ഇതുമായി ബന്ധപ്പെട്ട നയപരമായ ഫയലുകളും കാണാൻ പാടില്ല. അങ്ങനെ വെക്കാമല്ലോ. അതല്ലാതെ ഒരു മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ കയറിക്കൂടാ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിക്കൂടാ, പരിമിത മുഖ്യമന്ത്രിയാക്കുന്നു ഒരാളെ. അത് ഒരർത്ഥത്തിൽ ഈ പറയുന്ന ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ മേലുള്ള കൈകടത്തലല്ലേ ജുഡീഷ്യറിയുടേത്? അങ്ങനെ ഇടപെടാൻ പാടുണ്ടോ? ജനാധിപത്യ വ്യവസ്ഥയിലുള്ള കൈകടത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ജനാധിപത്യ വ്യവസ്ഥയിലെ കേജ്രിവാളിനെ മാത്രമല്ലല്ലോ ഡൽഹിയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. നമ്മൾ പാർലമെന്ററി ഡെമോക്രസി ആണെങ്കിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കേജ്രിവാൾ അല്ലെങ്കിൽ വേറൊരാള് ആരോപണം ഉന്നയിക്കപ്പെട്ടത് കൊണ്ടും ആ കേസില് അതിന്റെ നിയമ വ്യവസ്ഥയെ നേരിടേണ്ടി വന്നതുകൊണ്ടുമാണ് കേജ്രിവാളിന് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നത്. ഹേമന്ത് സോറന് മുഖ്യമന്ത്രിയായിരുന്ന് മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയുമെങ്കിൽ, കേജ്രിവാളിന് അത് കഴിയാതിരിക്കുന്നുവെങ്കിൽ, 2 ഭരണഘടനാ കോടതികൾ ജാമ്യവുമായി ബന്ധപ്പെട്ട് 2 നിലപാടെടുത്തിരിക്കുന്നതിനെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? ഒന്ന് ഹൈക്കോടതിയും ഒന്ന് സുപ്രീം കോടതിയുമാണ്. അതൊന്ന് പറഞ്ഞോളട്ടെ. ഓരോ കേസിന്റെയും ഫാക്ട് അനുസരിച്ചിട്ടാണ് കോടതികൾ വ്യവസ്ഥകൾ ഇമ്പോസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഭരണഘടനയുടെ ഒരു പ്രശ്നത്തിന് 2 ഉത്തരം കൊടുക്കുന്നത് പോലെയാണ് താങ്കൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തില്ല. ഇതില് ജാമ്യം കൊടുക്കുന്ന കോടതികൾക്ക്, സെഷൻസ് കോടതിയാണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും, ആ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ച് അതിലെ എവിഡൻസ് പരിശോധിച്ച് അതിനകത്ത് എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് പരിശോധിച്ച് ഓരോ കേസിലെയും വ്യത്യസ്തതകൾ നോക്കിയിട്ട് ആ കേസ് കേൾക്കുന്ന ജഡ്ജിക്ക് എഴുതാനുള്ള ഒരു വിവേചന അധികാരം എന്ന് പറയും, ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. ആ ഡിസ്ക്രിഷൻ ഉപയോഗിച്ചെന്നുള്ളൂ. ഇതിനകത്ത് അങ്ങനെ ഒരു കടന്നുകയറ്റം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ജുഡീഷ്യറി ഒരു കടന്നുകയറ്റം നടത്തിയിട്ടില്ല. അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ അങ്ങ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭിഭാഷകനാണല്ലോ, സുപ്രീം കോടതി അഭിഭാഷകനുമാണല്ലോ, ആ കോടതിയുടെ വിധിയാണല്ലോ അങ്ങ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ മനോരമയുടെ ജോമി തോമസ് റിപ്പോർട്ട് ചെയ്ത 2 വാചകങ്ങൾ, അങ്ങ് നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞ വാചകങ്ങൾ തന്നെയാണത്. മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ വിയോജിച്ചു. ജുഡീഷ്യൽ അച്ചടക്കം കണക്കിലെടുത്ത് മാത്രമാണ് ജാമ്യ വ്യവസ്ഥകളോട് യോജിക്കുന്നത് എന്ന് ഭുയാൻ നിലപാടെടുത്തു. ഇതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? വിയോജിക്കുന്നു എന്നുള്ള വാക്ക് അത് എനിക്ക് ഡൗട്ട് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. വേറെ ഒരു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ ജുഡീഷ്യൽ അച്ചടക്കം എന്ന് പറയുമ്പോൾ അറിയാൻ വേണ്ടി, വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്താണ് അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ ഒരു നിലപാടുണ്ട്, അദ്ദേഹത്തിന്റെ വിധിവാക്യമുണ്ട്. അതിനകത്ത് 2ാമത്തെ നിലയിലുള്ളയാളാണ് ഉജ്ജൽ ഭുയാൻ. അതുകൊണ്ട് പറയുന്നതാണോ ഈ ജുഡീഷ്യൽ അച്ചടക്കം എന്ന വാക്ക്? അല്ല, അത് 2 അംഗ ബെഞ്ചിലെ 2 ജഡ്ജസിനും തുല്യമായിട്ടുള്ള അധികാരങ്ങളാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് പറയുന്ന വിധിയിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു വിധി എഴുതാൻ പൂർണ്ണ അവകാശവും അധികാരവും എന്താണ് ജുഡീഷ്യൽ അച്ചടക്കം? എനിക്കിതിൽ വിയോജിപ്പുണ്ട്. പക്ഷെ ഞാൻ അതിൽ എന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ അത് അച്ചടക്ക ലംഘനമാകുമെന്നൊരു ന്യായാധിപന് തോന്നുന്നത് എങ്ങനെയാണ്? അച്ചടക്കത്തിനേക്കാൾ മീതെയാണ് അങ്ങനെയെങ്കിൽ ആ നീതിയുടെ ശബ്ദം ഉയരേണ്ടത്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒരു 2 അംഗ ബെഞ്ചാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഉൾപ്പെടുന്ന 2 അംഗ ബെഞ്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ ഈ കണ്ടീഷൻ ഇമ്പോസ് ചെയ്തത്. അത് ജൂലൈ 12, 2024 ഈ കണ്ടീഷൻ ഇമ്പോസ് ചെയ്തത്. അപ്പോൾ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലെ കണ്ടീഷൻസ് ഇതേ സെയിം സെറ്റ് ഓഫ് ഫാക്ട്സിൽ ഒരു CBI കേസ് വരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഈ ബെഞ്ച് ഞങ്ങൾ ഡൗട്ട് ചെയ്യുന്നു എന്ന് പറയാൻ ഈ 2 അംഗ ബെഞ്ച് ഒരുമിച്ച് ഒന്നുകിൽ പറയണം, അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഒരു ജഡ്ജ് മാത്രം അതിനകത്ത് വേറെ ഒരു 2 അംഗ ബെഞ്ചിന്റെ വിധിയോട് ഞാൻ വിയോജിക്കുകയാണ് എന്ന് അതിലെ അസാംഗത്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇത് ഓരോന്നും വസ്തുതകൾ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ ബെയിലിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്നേക്കുമല്ല. ബെയിലിന്റെ കണ്ടീഷൻസ് നാളെ ഒരു സ്ഥിതിയിൽ മാറ്റം വരികയാണെങ്കിൽ മാറാം. ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞതുപോലെ വിറ്റ്നസ്സുകളെ സ്വാധീനിക്കരുത്. ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ആളായതുകൊണ്ട് കോടതികൾക്ക് അത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പം
ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സാക്ഷികളെയോ കൂറുമാറാൻ പ്രേരിപ്പിക്കുക എന്തെങ്കിലും ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ ലോയുടെ കോൺസിക്വൻസ് ഫോളോ ചെയ്യുമെന്നും എഴുതിയിട്ടുണ്ട്. CBIയുടെ കേസിൽ ജാമ്യം കൊടുത്തു. സാധാരണ എല്ലാ കേസിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥിതി വരികയാണെങ്കിൽ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് വന്നിട്ട് ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറയാം. നേരെ തിരിച്ച് ഇതിനകത്ത് മുഖ്യമന്ത്രി എന്നുള്ള പ്രവർത്തനങ്ങൾ ഇതിനെ അഫക്ട് ചെയ്യുന്നില്ല, അന്വേഷണങ്ങളൊക്കെ നടന്നു, ഇതിനകത്ത് ഇനി ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കോടതിക്ക് കണ്ടീഷൻ മാറ്റി കൊടുക്കാനും കഴിയും. വേറൊരു സ്റ്റേജിൽ വീണ്ടും ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ബെയിലിലെ കണ്ടീഷൻസിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ് പറയുന്നത് ഇത് അല്ല. ഇനിയിപ്പോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാലും ഈ പ്രതിസന്ധികൾ, നിയമപരമായ പ്രതിസന്ധികൾ ഇല്ലേ എന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ വ്യക്തത വരുത്തുന്നത്, ഇത് അനന്തകാലം നീളാൻ പോകുന്ന ഒരു നിയമക്കുരുക്കല്ല, അതിൽ വ്യക്തത വരുത്താൻ കേജ്രിവാളിന് കഴിയും. അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് സുപ്രീം കോടതിക്കും എത്താൻ കഴിയും. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം, ഞാൻ വരാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അങ്ങേക്ക് ഇനിയും ഊഴമുണ്ട്. പക്ഷെ അപ്പോഴും ഈ കേജ്രിവാളിൻ്റെ മോചനം ഉറപ്പാക്കിയ നല്ല നിയമപണ്ഡിതനായ അഭിഷേക് മനു സിംഗ്വി പറയുന്നത് ഇപ്പോൾ പോലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവും കേജ്രിവാളിന് ഇല്ല എന്നാണ്. കാരണം ഫയലുകൾ ഒപ്പിടേണ്ട കാര്യമില്ല, പ്രത്യേകമായൊരു വകുപ്പ് അദ്ദേഹത്തിനില്ല, ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മറ്റു മന്ത്രിമാർക്ക് തന്നെ അത് നിർവഹിക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ കാര്യം, LGക്ക് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൊടുക്കുന്ന ഫയലുകളാണ് നടപടിക്രമത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയിലൂടെ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒപ്പ് വേണ്ടത്. അതിന് സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് BJPയുടെ ഒരാഖ്യാനം മാത്രമാണ് എന്ന സംശയവും ഉയരുന്നത് ഈ നിയമപരമായ വ്യക്തത കൂടി ഈ വിധിയിലുള്ളപ്പോഴാണ്. നമുക്ക് ഈ ചർച്ചയിലേക്ക് തിരികെ എത്താൻ പറ്റും. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ BJP കഴിഞ്ഞ 10 വർഷമായി ശ്രമിക്കുകയാണ് ആപ്പ് ഒരു അഴിമതി പാർട്ടിയാണെന്നും കേജ്രിവാൾ ഒരു അഴിമതിക്കാരനാണെന്നും വരുത്തി തീർക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയൊരു കേസാണല്ലോ ഇത്. പക്ഷേ അത് ആപ്പിനെ പ്രതിരോധത്തിലാക്കിയെങ്കിൽ ഇപ്പോൾ അതേ ആയുധമെടുത്ത് തിരിച്ചു പ്രയോഗിക്കുകയല്ലേ കേജ്രിവാൾ? ഞാൻ ജനങ്ങളിലേക്ക് പോവുകയാണ്, അവർ തീരുമാനിക്കട്ടെ ഞാൻ കള്ളനാണോ സത്യസന്ധനാണോ എന്ന്. അത് വളരെ രാഷ്ട്രീയ കൂർമ്മബുദ്ധിയോടെയുള്ളൊരു നീക്കമായി താങ്കൾ കാണുന്നുണ്ടോ? കൂടാതെ ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നു, രാജിവെക്കുന്നില്ല, അദ്ദേഹം അങ്ങനെ പറയുകയുണ്ടായി. കാരണം മറ്റ് BJP ഇതര സംസ്ഥാനങ്ങളിലും ഇങ്ങനെ വേട്ടയാടലുകൾ ഉണ്ടാകും, മുഖ്യമന്ത്രിമാരെ പിടിച്ചകത്തിടും, പക്ഷേ രാജിവെക്കരുത്, കാരണം അതൊരു രാഷ്ട്രീയ നീക്കമാണ്. BJPയുടെ ആ രാഷ്ട്രീയത്തിന് കീഴ്പ്പെടുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി വന്ന് സ്ഥിരജാമ്യം കിട്ടിയതിന് ശേഷം ജനങ്ങളോട് പോയി നേരിട്ട് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോകുന്നു, അതിന് മുന്നോടിയായി രാജിവെക്കാനും പോകുന്നു. അത് ശരിയായൊരു രാഷ്ട്രീയ തീരുമാനമല്ലേ? ഇനി ഒരു ചെറു ചോദ്യം കൂടി, ഇവിടെ ഒരു പുതിയ രീതി കൂടി, ഈ രാജിവെക്കാതിരിക്കുന്നത് പോലെ തന്നെ ഒരു പുതിയ രീതി കൂടി, അപകടകരമായൊരു രീതി കൂടി മറ്റു മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ച് അപകടകരമായൊരു രീതി കൂടി കേജ്രിവാൾ പരീക്ഷിക്കുകയല്ലേ? ഏതാരോപണമാണോ ഞാൻ നേരിടുന്നത് ആ ആരോപണം തന്നെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാക്കി ഒരു റഫറണ്ടത്തിന് തയ്യാറാവുക. എത്ര മുഖ്യമന്ത്രിമാർക്ക് അതിന് കഴിയും? പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കഴിയുമോ? വേണു, ഇതിന് പറയുന്നതിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ഒരു മുൻകൂർ ജാമ്യമുണ്ട്. ഞാൻ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അവിടുന്ന് വിട്ടുപോകുന്ന ആളാണ്. അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, അറിയിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ വക്താവല്ല, അത് അപ്പുറത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നേരത്തെ നിയമപ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഗാഠമായ നിയമം പഠിച്ച ആളല്ല, ഇപ്പം പ്രശാന്ത് പത്മനാഭനെ പോലെ ഒരു നിയമജ്ഞനല്ല ഞാൻ. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം നമ്മളിവിടെ ക്ലിയർ ആക്കണം. ഇപ്പോൾ ജാമ്യ വ്യവസ്ഥയെക്കുറിച്ച് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. ആ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുന്നത് CBI കേസിലല്ല. കാരണം CBI കേസിൽ ഈ വിധി നമ്മൾ വായിച്ചാൽ ഈ പഴയ ജാമ്യ വ്യവസ്ഥയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ആ ജാമ്യ വ്യവസ്ഥ അതുപോലെ അതേ ജാമ്യ വ്യവസ്ഥകൾ നിലനിർത്തിയാണ് CBI-യുടേതിലും ജാമ്യം കൊടുത്തത്. ഞാൻ പറയാം. അതാണ്, ആ ജാമ്യ വ്യവസ്ഥ നിലനിർത്താതിരിക്കാൻ പറ്റില്ല. കാരണം EDയുടെ കേസിലുള്ള ഒരു ജാമ്യ വ്യവസ്ഥ എങ്ങനെയാ CBI കേസിൽ ഇല്ലാതാക്കുക? ഇദ്ദേഹത്തിന് ജാമ്യം ED കേസിൽ കൊടുത്തിട്ടുള്ളത് ഒരു ജാമ്യ വ്യവസ്ഥയുടെ ആണെങ്കിൽ ED കേസ് ഇവിടെ പരിശോധനയ്ക്ക് വന്നിട്ടില്ല. ആ ഗ്രൗണ്ടിലല്ല CBI കേസെടുത്തിട്ടുള്ളത്. ഫാക്ട്സ് സെയിം ആവാം, പക്ഷെ ഗ്രൗണ്ട് വേറെയാണ്, അതിന്റെ നിയമങ്ങൾ വേറെയാണ്. മാത്രവുമല്ല, CBIക്കെതിരായി ശക്തമായ വിമർശനം ഈ വിധിയിലുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതും കൂടി പറയണം. എന്ന് പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നത് CBI കേസ് ദുർബലമാണ് എന്ന് ഈ ബെഞ്ച് കാണുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നു. നേരെ ED കേസും ദുർബലമാണെന്ന് കണ്ടിട്ടുണ്ട്. ED കേസും ദുർബലമാണെന്ന് കണ്ടിട്ടുണ്ട്. അങ്ങേക്കറിയാമല്ലോ, ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചത്, പ്രശാന്ത് പത്മനാഭനും അത് ഓർമ്മയുണ്ടാകും. അല്ലല്ല, ഒരു സെക്കൻഡ്, ഈ കോ അക്യൂസ്ഡ് ആയിരിക്കുന്ന ആളുകൾക്ക് ജാമ്യം പെട്ടെന്നൊരു ദിവസം കിട്ടുന്നു, പിന്നീട് അവർ അപ്രൂവർ ആകുന്നു. ആ ഘട്ടത്തിൽ ഇത് ഞങ്ങൾ ലോലിപോപ്പ് കൊടുക്കുന്നത് പോലെയാണ് എന്നാണ് ഈ കേന്ദ്ര ഏജൻസിയുടെ ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ അവിടെ നിന്ന് പറഞ്ഞത്, ബന്ധപ്പെട്ട നിയമജ്ഞർ അവിടെ നിന്ന് പറഞ്ഞത് കോടതിയിൽ. അതിനെ കോടതി നഖശിഖാന്തം വിമർശിക്കുകയും ചെയ്തു, ഈ ലോലിപോപ്പ് പരിപാടി കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാൻ പറഞ്ഞത്
കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്, ഒരു പരിധി വരെ ബോധ്യം വന്നിട്ടുണ്ടെങ്കിലും കോടതി ഒരാളെ വെറുതെ വിടണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാ പ്രൊസീജിയറും കഴിയണം. മാത്രമല്ല, ഞാനിപ്പോൾ CBI കേസിന്റെ വിധിയെക്കുറിച്ചാണ് പറയുന്നത്. ആ വിധിയിൽ എന്തുകൊണ്ട് പഴയ ജാമ്യവ്യവസ്ഥ നിലനിർത്തി എന്ന് വെച്ചാൽ, കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ പഴയ നിയമം, പഴയ കോടതി കൊടുത്ത വിധി എങ്ങനെയാണ് ഒരു കോടതി സമാനമായ മറ്റൊരു കോടതി, ഇപ്പൊ പ്രശാന്ത് പത്മനാഭൻ ഉണ്ടല്ലോ, ഒരു ഡിവിഷൻ ബെഞ്ച് ജാമ്യം കൊടുക്കുമ്പോൾ നൽകിയ വ്യവസ്ഥ, 2 അംഗ ബെഞ്ച് കൊടുക്കുന്ന വ്യവസ്ഥ, മറ്റൊരു 2 അംഗ ബെഞ്ച് വേറൊരു കേസിൽ എങ്ങനെ റദ്ദാക്കും? കാരണം ആ ജാമ്യത്തിലാണ് അദ്ദേഹം പുറത്തു വെക്കുന്നതെങ്കിൽ 2 ജാമ്യമുണ്ട് അദ്ദേഹത്തിന്. ഒരു ജാമ്യം വ്യവസ്ഥയുള്ളതാണ്, മറ്റേ ജാമ്യ വ്യവസ്ഥ ഇല്ലാത്ത കൊടുക്കാൻ പറ്റില്ല. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ജയിലിൽ ഇരുന്നു കൊണ്ട് അവിടെ ഒരു ഭരണസ്തംഭനം ഇല്ലാതെ ഭരണം നടത്തിയ ആളാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യമുള്ളത്? അദ്ദേഹത്തിന് നാട്ടുകാരുടെ ഇടയിലിരുന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന് എന്താ കാര്യമുള്ളത്? അതേ അവസ്ഥ തന്നെയല്ലേ എപ്പോഴും ഉള്ളത്? അദ്ദേഹം ജയിലിലല്ല, നാട്ടിൽ ജനങ്ങളുടെ ഇടയിലാണ്. മൂന്നാമത്തെ കാര്യം, വേണു ചോദിച്ച ചോദ്യത്തിന്റെ ഏറ്റവും എഡ്ജിലേക്ക് നമ്മൾ വന്നാൽ, തീർച്ചയായും ഒരു കുതന്ത്രത്തിനുള്ള തന്ത്രം മറുപടിയാണ് കെജ്രിവാളിനെ എന്ന് ഞാൻ കാണുന്നു. കാരണം പ്രധാനമായും ഇപ്പൊ ജനങ്ങളുടെ കോടതിയിലേക്ക് ഇത് പോവുകയാണ്. ജനങ്ങളുടെ കോടതിയിലേക്ക് പോയി ജനങ്ങൾ പറയുകയാണ് കെജ്രിവാൾ അഴിമതിക്കാരനാണ്, കെജ്രിവാളിന് ഇനി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനാവണം. അവിടെയാണ് കെജ്രിവാളിന്റെ രാജ്യതന്ത്രജ്ഞതയും ഒരു പരിധി വരെ ധാർമ്മികതയും കാണുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചല്ലോ, മറ്റ് മുഖ്യമന്ത്രിമാർ ഇങ്ങനെ വരുമ്പോൾ എന്താ രാജിവെക്കാത്തതെന്ന്. ആരായാലും ഈ ഒരു ഘട്ടത്തിൽ ഇവിടെയാണ് കെജ്രിവാൾ ജനങ്ങളോട് പറയുന്നത് എനിക്കെതിരെ വന്നിട്ടുള്ള ഇതാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ കുറിച്ച്, ഏത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആം ആദ്മി ഡൽഹിയിൽ ജയിച്ചിട്ടുള്ളത്? 2014 അതുപോലെയല്ല സിആറെ. ഇതിൽ ഈ കേസിലകത്ത് കിടന്നുകൊണ്ട് ജയിൽ കെ ബദലേ വോട്ട് അങ്ങനെ പറഞ്ഞാണ് ഇറങ്ങിയത്. അല്ല, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എന്താ കാര്യം എന്നറിയോ? അവിടെ ആളുകളുടെ ചോയ്സ് കൃത്യമായും വേറെയാണ്. ഇന്ത്യ ആര് ഭരിക്കണം എന്ന ചോദ്യത്തിന് ഡൽഹിയിലെ ജനത കൊടുത്ത മറുപടിയല്ല ഡൽഹി ആര് ഭരിക്കണം എന്ന കാലത്ത് എപ്പോഴും കൊടുത്തിട്ടുള്ളത്. അത് ഇടയ്ക്ക് മാറി വരുന്നതല്ല. ഞാൻ പറഞ്ഞു, ആ മുദ്രാവാക്യം അല്ല ജനങ്ങൾ അവിടെ എടുക്കുക. ഇവിടെ ജനങ്ങൾ എടുക്കാൻ പോകുന്ന മുദ്രാവാക്യം ഇതാണെന്നാണ് കെജ്രിവാൾ കരുതുന്നത്. ഡൽഹി ആര് ഭരിക്കണം എന്ന ചോദ്യത്തിൽ കെജ്രിവാൾ അഴിമതിക്കാരനാണോ അല്ലയോ എന്നാണ് ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. മറ്റത് ജനങ്ങൾ ഇപ്പോൾ മോഡി വന്നാൽ ജയിലിലിടും എന്ന് പറയുന്നത് കുറെ കൂടി എന്താ പറയുക, ഇൻടാഞ്ചിബിൾ ആണ്. അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മോഡിയെ ജയിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ഫാൻസ് അസോസിയേഷൻ അല്ലല്ലോ വോട്ടിംഗ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. മറിച്ച് ഇവിടെ ഞാൻ കണക്കാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമായി ജനങ്ങൾക്ക് അവിടെ ടച്ചിങ് അനുഭവമുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ വെള്ളക്കെട്ടിനെ കുറിച്ചോ അങ്ങനെ മരണത്തെക്കുറിച്ചോ ഉള്ള കാര്യങ്ങളെക്കാളൊക്കെ വലുത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അത് ഏത് തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാൻ അവിടെ BJP വന്നാൽ നടക്കുമോ? ഇപ്പൊ കോൺഗ്രസ് കൂടെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് വന്നാൽ നടക്കുമോ എന്ന ചോദ്യം വരുമ്പോൾ ജനങ്ങളുടെ ചോയ്സ് കൃത്യമായും ആം ആദ്മി പാർട്ടി ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, ഇത് കെജ്രിവാൾ ജയിച്ചത് കൊണ്ട് കെജ്രിവാളിന്റെ എല്ലാ കുറ്റങ്ങളും ഉള്ളതായോ എന്ന് പറയുന്നില്ല. പക്ഷേ കെജ്രിവാളിനെതിരെ ഈ രാഷ്ട്രീയം ഉപയോഗിക്കുമ്പോൾ അതിനെതിരെയുള്ള, അതാണ് വേണു ചോദിച്ചതിന്റെ ചോദ്യം, ഒരു കുതന്ത്രത്തിനെതിരെ ഉള്ള ഒരു തന്ത്രമാണ് ഇതിന്റെ. ഒരു കാര്യം കൂടി ശ്രീ സി ആർ, അന്ന് ഇവരിപ്പോ ഈ ശ്രീജിത് പണിക്കരൊക്കെ പറയുന്നത് പോലെ അന്ന് രാജിവെച്ചാൽ അത് BJPയുടെ രാഷ്ട്രീയത്തിന് കീഴടങ്ങലാണ്. അന്ന് രാജിവെക്കുന്നില്ല. പുറത്തിറങ്ങി വന്നതിന് ശേഷം ജനങ്ങളോട് മാത്രമാണ് ബാധ്യത, BJPയോടല്ല ബാധ്യത. BJP പറയുന്നത് തെളിയിക്കേണ്ട ബാധ്യതയുമില്ല കെജ്രിവാളിന്. ജനങ്ങളുടെ മുൻപാകെ പോയി അത് തെളിയിക്കാൻ നോക്കുന്നു. ചോദ്യം 1. 2, ഇനി മറ്റു മുഖ്യമന്ത്രിമാർക്കും ഇത് നിർബന്ധിതമായി വരില്ലേ? അവർക്കെതിരെ ഏത് അഴിമതി ആക്ഷേപമാണോ വരുന്നത് അത് ജനങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ കള്ളനാണോ സത്യസന്ധനാണോ എന്ന് നിങ്ങൾ വിധി എഴുതൂ എന്ന് കെജ്രിവാൾ അല്ലാതെ പറയാനിടയുള്ള വേറൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ? BJP ഇതര മുഖ്യമന്ത്രി എല്ലാ മുഖ്യമന്ത്രിമാരും അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയാം. എല്ലാ മുഖ്യമന്ത്രിമാരും. കാരണം ജനങ്ങളുടെ വിശ്വാസമല്ലേ പ്രധാനം. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വേണു കണ്ടിട്ടില്ലേ, നയപരമായൊരു പ്രശ്നം വന്നാൽ ഒന്നുകിൽ രാജിവെക്കും അല്ലെങ്കിൽ റഫറൻഡം നടത്തും. ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. വികസിത മുതലാളിത്ത ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ള കാര്യമാണിത്. അത് ജപ്പാനിലോ ഫ്രാൻസിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്രിട്ടനിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഒരു ഇവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഒരു കാര്യം കൂടി വേണു, ഇവിടെ മദ്യ നയം സംബന്ധിച്ചാണ് ചോദ്യം. ഇവിടെ പോളിസിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കോടതികളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഗവൺമെന്റ് പോളിസിയെ ചോദ്യം ചെയ്ത് നമ്മൾ പലപ്പോഴും കോടതിയിൽ ചെല്ലുമ്പോൾ കോടതികൾ പറയുന്നത് ഒരു പോളിസിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, ആ പോളിസി കൊണ്ട് നാശമുണ്ടാകുമെങ്കിൽ അത്
അവരുടെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ്. ഇവിടെ അങ്ങനെയല്ല. BJP ഉണ്ടാക്കി കൊണ്ടുവരുന്ന കഥ മറിച്ചാണ്. അവിടെയാണ് നയപരമായ തീരുമാനമെടുക്കാൻ എനിക്ക് അധികാരമുണ്ടോ എന്ന് അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുന്നത്. ശരിയാണ്. എന്ന് മാത്രമല്ല, പോളിസി പ്രശ്നത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നില്ല ശ്രീ CR. ഇത് പുതിയ പല കാര്യങ്ങളുടെയും തുടക്കം കൂടി ഇടുകയാണ്. ആം ആദ്മി പാർട്ടി ഇക്കാര്യത്തിനകത്ത് പ്രതിയാകുന്നു. ഒരു പാർട്ടി പ്രതിയാകുന്നു എന്ന് പറയുന്ന സാഹചര്യം വിചിത്രമാണ് എന്ന് നമ്മുടെ ഈ മുൻ സെക്രട്ടറി ജനറൽ ഉണ്ടല്ലോ, ലോക്സഭാ സെക്രട്ടറി ജനറൽ ആചാരി, അദ്ദേഹമൊക്കെ അത് വിശദമായി അതിന്റെ നിയമപ്രശ്നങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ശ്രീജിത്ത് പണിക്കറിലേക്ക് പോകണം. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ശ്രീ CR പറഞ്ഞ അതിന്റെ രാഷ്ട്രീയ വശം, BJPയെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നു 2 വട്ടവും തൂത്തുവാരുകയാണ്. അവിടെ ഡൽഹി ഒരേ വോട്ടർമാരാണ്, പക്ഷെ ഡൽഹി നിയമസഭയിലേക്ക് മറ്റ് ഒരു ജനവിധിയുമാണ് നൽകുന്നത്. ഇത് മനസ്സിലാക്കുന്ന ഒരാളാണ് കേജ്രിവാൾ. അപ്പോൾ BJP വിരുദ്ധരല്ല അവിടുത്തെ വോട്ടർമാർ, പക്ഷെ BJP ചില പിഴവുകൾ വരുത്തുന്നുവെങ്കിൽ അത് തിരുത്തുന്ന കൂട്ടരാണ്. ഒരു പാർട്ടി തുടർച്ചയായ ഒരു ഭരണ പാർട്ടിയായി മാറുകയാണെങ്കിൽ വരുന്ന ഒരു ഇലക്ടറൽ സവിശേഷത കൂടിയാണത്. വലിയ വിരോധമല്ല, പക്ഷെ ചില താക്കീതുകൾ നൽകുക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണല്ലോ. അതൊക്കെ ഒരുപക്ഷെ വലിയ BJP വിരുദ്ധതയുടെ ഭാഗമാകണമെന്നില്ല. BJPയെ തിരുത്തുന്നു എന്ന രൂപത്തിലായിരിക്കാം അതിപ്പോൾ നടക്കുന്നത്. നാളെ അത് BJP വിരുദ്ധമാവുകയും ചെയ്യും, ആ പാർട്ടി ജനവിരുദ്ധമായാൽ. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് BJP വിരുദ്ധ വോട്ട് എന്ന രൂപത്തിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കാതെ ഈ ആന്റി ഇൻകമൻസി മറികടക്കാൻ BJP ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു, ഈ തകർക്കാൻ നോക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്തൊരു ജനാധിപത്യ പാർട്ടിയെയും അതിൻ്റെ സർക്കാരിനെയും. അതിന് നിങ്ങൾ തന്നെ മറുപടി പറയൂ. അങ്ങനെ BJPയുടെ കുതന്ത്രത്തിനുള്ള മറുതന്ത്രമായി ഇത് കേജ്രിവാൾ പയറ്റിയാൽ ജനങ്ങളത് സ്വീകരിക്കാതിരിക്കുമോ? അല്ല, തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 2 ഫ്രണ്ടിലാണ്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി മാത്രമല്ല, ഒരു ആരോപണം നേരിടുന്ന ഏതൊരു സർക്കാരും പാർട്ടിയും 2 ഫ്രണ്ടിലാണ് അവരുടെ ഈ ബാറ്റിൽസ് എല്ലാം നയിക്കുന്നത്. അതൊന്ന് നിയമപരമായിട്ടും മറ്റൊന്ന് ജനങ്ങളുടെ മുന്നിലുമാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നിയമപരമായിട്ടുള്ള ഫ്രണ്ടിനേക്കാൾ കൂടുതൽ പ്രാധാന്യം പലപ്പോഴും അർഹിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളുടെ മുന്നിൽ അവർക്ക് അവരുടെ സത്യസന്ധത തെളിയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കേരളത്തിലടക്കം നമ്മൾ പല വിഷയങ്ങളും പറയുമ്പോൾ പ്രബുദ്ധ മലയാളി എന്ന് ആവർത്തിച്ച് പറയുന്ന സമയത്ത് പോലും നമ്മുടെ രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഞങ്ങൾ 99 സീറ്റുമായിട്ട് 100 സീറ്റുമായിട്ട് ഞങ്ങൾ അധികാര തുടർച്ചയിലേക്ക് വന്നില്ലേ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം പൊതുജനം തള്ളിയില്ലേ എന്ന് പറയും. അതൊരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തുറപ്പ് ചീട്ടാണ്. അത് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രീ കേജ്രിവാളിന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ചർച്ചയിൽ ഇതിനോടകം പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഡൽഹിയിൽ കാണുന്നത്. ഒരുപക്ഷെ അത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഒരുപക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പൊളിറ്റിക്കലി അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ബെയിൽ കണ്ടീഷൻസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജയിലിൽ ഇരിക്കുമ്പോഴല്ലാതെ സ്വതന്ത്രനായി വരുന്ന സമയത്തും അദ്ദേഹത്തിന് കുറേയധികം നിയന്ത്രണങ്ങളുണ്ട് എന്നത് ഒരു നെഗറ്റീവായിട്ട് അദ്ദേഹത്തിനെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലത്തേക്കുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല തീരുമാനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുണ്ട്, അങ്ങേ ഒന്ന് തിരുത്തുകയാണ്. കാരണം അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രീ കേജ്രിവാൾ രാജിവെച്ചിരുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ BJPക്ക് വഴങ്ങലായി പോകുമെന്ന് ഒരുപക്ഷെ ഞാനടക്കമുള്ള ആൾക്കാർ പറഞ്ഞു അല്ലെങ്കിൽ വിശ്വസിച്ചു എന്നങ്ങ് പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ കരുതുന്നത്. ഞാനതിൽ കരുതുന്നത് ആരോപണ വിധേയനായിട്ടുള്ള കേവലാരോപണം എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന അതിൻ്റെ പുറത്ത് അന്വേഷണം നടത്തുന്ന ഒരു ജനപ്രതിനിധിയും ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികത മാത്രമാണ് എൻ്റെ വിഷയം. കാരണം അത് നമുക്ക് മറ്റ് വിഷയങ്ങൾ അനുസരിച്ച് മാറാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് മുകേഷ് എന്ന് പറയുന്ന MLAയുടെ രാജി ഉണ്ടാകണമെന്ന രീതിയിലത്തേക്ക് മാധ്യമങ്ങളടക്കം ചർച്ചകൾ നടത്തിയത് എന്തുകൊണ്ടാണ്? കാരണം അത് ആ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ധാർമ്മികത ഒരു സർക്കാർ പുലർത്തേണ്ടതാണ്. ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള ഒരു MLA ആണ് എന്നതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ചോദ്യം ചെയ്യപ്പെടാമെങ്കിലും രണ്ടാമതിൽ ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്നൊരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ശ്രീ കേജ്രിവാൾ അഥവാ ശ്രീജിത്ത് പണിക്കർ, കേജ്രിവാളിന് മാത്രമല്ല ഇത്തരം ധാർമ്മികതകൾ വേണ്ടത്, കേന്ദ്ര ഏജൻസികൾക്ക്, കേന്ദ്ര സർക്കാരിന് ഇതിനൊക്കെ ഈ ധാർമ്മികത ഉണ്ടാകേണ്ടതുണ്ട്. അത് ഓരോരോ ഘട്ടങ്ങളിൽ പാളിയതിൻ്റെ കൂടി വിധി പ്രഖ്യാപനമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, 2013 ഈ കൂട്ടിലടച്ച തത്തപ്രയോഗം വന്നത് RM ലോഥയുടെ നാവിൽ നിന്ന്. അന്ന് അശ്വിനി കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് BJP അല്ലേ? അതൊരു ധാർമ്മികതയല്ലേ? അശ്വിനി കുമാർ രാജിവെക്കുകയും ഉണ്ടായി. ഇപ്പോൾ വന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു, എന്തേ മിണ്ടാത്തത്? ഇവിടെ നിയമമന്ത്രിയില്ലേ? ഇവിടെ ഈ പറയുന്ന കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള പ്രധാനമന്ത്രി ഇല്ലേ? ആഭ്യന്തരമന്ത്രി ഇല്ലേ? ആർക്കും മിണ്ടാട്ടമില്ല. അപ്പൊ ധാർമ്മികതയുടെ ഏക ഉത്തരവാദിത്തം കേജ്രിവാളിലേക്ക് മാത്രമായി മാറ്റിക്കൊടുത്തുകൂടാ?
അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാനതിൽ ധാർമ്മികത എന്ന വാക്കല്ല, രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്കാണ് പറഞ്ഞത്. ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ധാർമ്മികത എന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. ഞാൻ പറഞ്ഞ നേരെ മറിച്ച് ഒരു ഭരണാധികാരികളോ മോദിയും അമിത്ഷായുമോ ഈ CBI ബന്ധപ്പെട്ട പരാമർശം വരുമ്പോൾ അത് ആർക്ക് നേരെയാണ്? അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരുടെ ഒരു ആളിന്റെ ഉദാഹരണം വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മുകേഷ് എന്ന് പറഞ്ഞത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകനല്ല. നേരെ മറിച്ച് അദ്ദേഹം CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരിക്കുന്ന പാർട്ടി അംഗമായിട്ടുള്ള MLA ആണ്. അതൊരു BJP-യുടെ അംഗം വന്നു കഴിഞ്ഞാലും അത് മാറുന്നില്ല. കാരണം അതൊരു നിലപാടിലുള്ള സ്ഥിരതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ കോഡിഫൈഡ് അല്ല. അതായത് ഒരാളിനെതിരെ ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആൾ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് കോഡിഫൈഡ് അല്ല. അത് പലപ്പോഴും പല പാർട്ടികൾ, വ്യക്തികളൊക്കെ തന്നെ അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സിന്റെ ഭാഗമായിട്ടോ രാഷ്ട്രീയ നയപരിപാടികളുടെ ഭാഗമായിട്ടോ തീരുമാനിക്കുന്നതാണ്. നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പൊതുബോധമുണ്ട്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി നമ്മളെ ഒരു നിയമനിർമ്മാണ സഭയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരോപണങ്ങളിൽ നിന്ന് മുക്തനായിരിക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തിനോട് നീതി പുലർത്തേണ്ടത് വ്യത്യസ്തരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ സമയത്ത് ശ്രീ കേജ്രിവാൾ അഥവാ രാജിവെച്ചിരുന്നു എങ്കിൽ പോലും അത് BJP-ക്ക് വഴങ്ങലായിട്ടല്ല, നേരെ മറിച്ച് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യേണ്ടുന്ന, നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, മാതൃകയായിട്ട് അദ്ദേഹം രാജിവെക്കുന്നു, തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നതുപോലെ തന്നെ വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ശ്രീ അരവിന്ദ് കേജ്രിവാളിന് മാത്രമായിട്ട് ബാധകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. ഒരു കാര്യം കൂടി പറയാം. അങ്ങ് ഇപ്പോൾ ആ ജുഡീഷ്യൽ ഡിസിപ്ലിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ആ വിധി ന്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ ഇതിനെപ്പറ്റി പറയുന്നത്. അവിടെ അദ്ദേഹം എന്താണ് ഈ ജുഡീഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ ഒരു വരിയിൽ അദ്ദേഹം അതിനെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഐ വുഡ് റിഫ്രൈൻ ഫ്രം ഫർദർ എക്സ്പ്രസിംഗ് മൈ വ്യൂസ് ദെയർ ഓൺ അറ്റ് ദിസ് സ്റ്റേജ് സിൻസ് ദോസ് കണ്ടീഷൻസ് ഹാവ് ബീൻ ഇമ്പോസ്ഡ് ഇൻ ദ സെപ്പറേറ്റ് ED കേസ് ബൈ എ 2-judge ബെഞ്ച് ഓഫ് ദിസ് കോർട്ട്. അതായത് ഇവിടെ ഉള്ള ഒരു വ്യത്യാസം, ഈ ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള വിധി തയ്യാറാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാം ജസ്റ്റിസ് സൂര്യകാന്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നത്. കാരണം അത് തുടങ്ങുന്നത് തന്നെ അതിൽ മിക്കവാറുമുള്ള കാര്യങ്ങളോടെല്ലാം യോജിക്കുന്നു, പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് റിസർവേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതുന്നത്. അപ്പൊ ഇതിലുള്ള ഒരു പ്രശ്നം സമാനമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ താങ്കൾ അല്പം മുമ്പ് ശ്രീ CR നീലകണ്ഠൻ തന്നെ പറഞ്ഞു മറ്റൊരു കേസ്. അതിന് നമ്മുടെ ഈ ലീഗൽ മാക്സിമിലൊക്കെ പറയുന്ന മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡിസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ഒരു കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെറിയ ഓൾട്ടറേഷൻസോട് കൂടി മറ്റൊന്നിലും ബാധകമാക്കുക എന്നുള്ളത്. അപ്പൊ അത് വരുന്നത് കൊണ്ടാണ് ആ ബെയിൽ കണ്ടീഷൻസ് അവിടെ വരുന്നത്. പക്ഷെ ഇവിടെയുള്ള വ്യത്യാസം, അദ്ദേഹത്തിന് ഈ പറഞ്ഞിരിക്കുന്ന ബെയിൽ കണ്ടീഷൻസ് എല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ലാതെ സുപ്രീം കോടതിയുടെ തന്നെ തുല്യ അധികാരമുള്ള ഒരു 2-അംഗ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ 2-അംഗ ബെഞ്ചിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു 2-അംഗ ബെഞ്ചിന് സാധിക്കുകയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. തന്നെയുമല്ല, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാനുള്ള 2-അംഗ ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അഭിപ്രായം മറ്റൊന്നാണ്. അപ്പൊ അതിനാണ് അദ്ദേഹം ഞാൻ ഇടപെടുകയാണ്, സമയം കുറവുണ്ട്, എനിക്ക് വേഗം ഒരു ഇടവേളയിൽ കൂടി പോകേണ്ടതുണ്ട് ശ്രീത്ത്. മാത്രമല്ല ഈ 2-അംഗ ബെഞ്ചുകൾ, പല തരത്തിലുള്ള 2-അംഗ ബെഞ്ചുകൾ ഈ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് ഒരു നല്ല പ്രഹരമായി വരും സുപ്രീം കോടതിയിൽ നിന്ന് വരും നാളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോഴും ഒരു കാര്യമുണ്ട്, ഇനി എന്തൊക്കെ രാഷ്ട്രീയ ധാർമ്മികത പറഞ്ഞാലും അത് BJP-യോട് കാണിക്കേണ്ടതല്ല, സുപ്രീം കോടതിയോട് പോലും കാണിക്കേണ്ടതല്ല. കാരണം ഭരണഘടന പോലും തുടങ്ങുന്നത് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജനങ്ങളാണ് പരമാധികാരികൾ. ആ പരമാധികാരികളുടെ മുൻപിലേക്ക് കേജ്രിവാൾ പോകുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ ധാർമ്മിക നിലപാടില്ല. ഡോക്ടർ സെലിൻ ഫിലിപ്പ്, ഇവിടെ ശ്രീ ശ്രീജിത്ത് പണിക്കർ ആവർത്തിച്ചുന്നയിച്ച വിഷയത്തിനുള്ള അങ്ങയുടെ മറുപടി, ഈ രാഷ്ട്രീയ ധാർമ്മികത സ്ഥിരം ജാമ്യം കിട്ടിയ ശേഷം അലട്ടേണ്ട ഒന്നാണോ? നേരത്തെ തന്നെ രാജിവെക്കേണ്ടതായിരുന്നില്ലേ? നേരത്തെ രാജിവെച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയും നാളും നമ്മുടെ ഇതിന്റെ കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കുതന്ത്രങ്ങളിൽ അദ്ദേഹം പെട്ടുപോയി എന്നല്ലേ സർ? അദ്ദേഹം 2 വർഷമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളിൽ വീഴാതിരിക്കാനല്ലേ അദ്ദേഹം ശ്രമിച്ചത്? അപ്പൊ ആ കുതന്ത്രങ്ങളിൽ വീണില്ല എങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് അദ്ദേഹം ജനങ്ങളോട്, ഇന്ത്യയിലെ ജനങ്ങളോട് തന്നെ അഗ്നിശുദ്ധി വരുത്തി വന്നിരിക്കുകയാണ് അദ്ദേഹം. അല്ല മാഡം, ഇതിലൊരു രാഷ്ട്രീയമായിട്ട് BJP വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ മാഡം അവിടെ സുഖകരമായി തമസ്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകക്ഷിയും
ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയും ഒരേപോലെ ഉയർത്തുന്ന ആരോപണങ്ങളാണ് കേജ്രിവാൾ സർക്കാരിനെതിരെ ഉള്ളത്. ശരി, കോൺഗ്രസ് നടത്തിയിരിക്കുന്ന BJP ആരോപണങ്ങൾ കോൺഗ്രസും ശരി ശരി അജയ് സമയമില്ലാത്തതുകൊണ്ടാണ് മാർക്കന്റെ- ശ്രീത്തെ ഒന്നും അത് തോന്നരുത്. അത് ഡോക്ടർ സെലിൻ പ്രധാനമാണ്. മറുപടി. തീർച്ചയായിട്ടും ഇത് ഇപ്പം അദ്ദേഹം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളിൽ ഒരു പകുതി കൂടുതൽ ജനങ്ങൾ ഇത് BJPയുടെ കുതന്ത്രമാണെന്ന് വിശ്വസിക്കുമ്പം പകുതി ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഇതിനകത്തുണ്ടോ എന്നുള്ള ഒരു ചിന്ത എല്ലാ മനുഷ്യരുടെ കുറെ മനുഷ്യരിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ കാരാഗ്രഹവാസവും അറസ്റ്റും തുടർച്ചയായ അറസ്റ്റും ഒരേ പാർട്ടിയിൽ എത്ര ലീഡേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പം കുതന്ത്രങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്, ഇതിനകത്ത് സത്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ ജനങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. ശരി ഞാൻ ഇടപെടുകയാണ്. ശരി, അതുകൊണ്ടാണ് ആ വലിയ വാക്ക് കേജ്രിവാൾ ഉപയോഗിച്ചതും അഗ്നി പരീക്ഷ. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, അതിഥികൾ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, താങ്കളുടെ പ്രതികരണത്തോടെ ഈ ചർച്ച പൂർത്തിയാക്കാം. എല്ലാവരും പറഞ്ഞൊരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇതൊരു ബ്രില്യന്റ് പൊളിറ്റിക്കൽ മൂവാണ്. അതായത് രാഷ്ട്രീയപരമായിട്ട് വളരെ നല്ലൊരു നീക്കമാണ്. ജനങ്ങൾ വിധി പറയട്ടെ, ജനങ്ങളുടെ ഇടയിൽ ഞാൻ ഇപ്പോഴും സ്വീകാര്യനാണോ എന്ന് കേജ്രിവാൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അതൊരു നല്ല രാഷ്ട്രീയപരമായിട്ട് നല്ലൊരു മൂവാണ്. പക്ഷെ നിയമപരമായിട്ട് അതിനകത്ത് ചെറിയൊരു സാങ്കത്യമുണ്ട്. അത് ഞാൻ ചോദിക്കുകയാണ്, എല്ലാവരും ആലോചിക്കുക. ജനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്രിമിനൽ കേസിൽ ഒരാൾ കുറ്റക്കാരനാണോ എന്ന് വിധി എഴുതാൻ ജനങ്ങൾക്ക് കഴിയുമോ? ജനങ്ങൾക്ക് ഒരു നയം, ഒരു മന്ത്രിസഭ കൊണ്ടുവരുന്ന നയം നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാം. മദ്യനയം ഡൽഹിയിലെ ജനങ്ങൾക്ക് നല്ലതാണോ എന്ന് തീരുമാനിക്കാം. പക്ഷെ അതിലുള്ള ഒരു അലിഗേഷൻ തെറ്റായിരിക്കാം. പക്ഷെ അത് പ്രൂവ് ചെയ്യേണ്ടത് ഒരു കോർട്ട് ഓഫ് ലോയിലാണ്. ഒരു ക്രിമിനൽ കോടതി പൂർണ്ണമായിട്ട് അതിന്റെ ട്രയൽ നടത്തി വിറ്റ്നസ്സുകളെ എക്സാമിൻ ചെയ്ത് ഒരാള് നിരപരാധിയാണെന്ന് വിധിച്ചാൽ മാത്രമേ ഒരാള് കുറ്റകൃത്യത്തിൽ നിന്ന് വിമുക്തനാകുന്നുള്ളൂ. അതിന് നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട്. ഫലി നരിമൻ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭനായ ജൂറിസ്റ്റാണ്. അദ്ദേഹം ഒരു MP കൂടിയായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുണ്ട് 1996 ജെയിൻ ഹവാല ഡയറിയിൽ LK എന്നുള്ള പേര് വന്നപ്പം അഡ്വാനി രാജിവെച്ചിട്ട് പറഞ്ഞു, ഞാനിനി എന്റെ പേര് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു. സോണിയാഗാന്ധി നാഷണൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന സമയത്ത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബില്ല് കൊണ്ടുവന്നപ്പോൾ ആദ്യമേ രാജിവെച്ചു. ഇത് രണ്ടും നല്ല എക്സാമ്പിൾസ് ആയിട്ടാണ് ഫലി നരിമൻ പറയുന്നത്. അതുപോലെ ഒരു എക്സാമ്പിള് കേജ്രിവാൾ സെറ്റ് ചെയ്തോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം കേജ്രിവാൾ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ, അണ്ണാ ഹസാരെയും കിരൺ ബേദിയും ഒക്കെ ആയിട്ട് വന്ന സമയത്ത് ചോർ ഹേ എന്ന് കോൺഗ്രസിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വരികയാണ്. അദ്ദേഹം അതേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നിരപരാധിയാണെന്ന് കോടതികൾ പറയട്ടെ, പക്ഷെ കോടതിയിലെ തീരുമാനം വരാൻ 5-10 വർഷം എടുക്കും. അത് എല്ലാവർക്കും ഇല്ലല്ല, താങ്കൾ പറയുന്നതിൽ നിന്ന് വ്യക്തമാണത്. അതായത് ഈ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് കേജ്രിവാളിന് തോന്നുന്ന സമയത്ത് മാത്രം പ്രകടിപ്പിക്കേണ്ടതല്ല, അപ്പോൾ മാത്രം അദ്ദേഹത്തിന്റെ കൺമുന്നിൽ യാഥാർത്ഥ്യമാകുന്ന ഒന്നല്ല ജനങ്ങൾ എന്നതും. അപ്പോൾ അഗ്നിപരീക്ഷയൊക്കെയാണ് കേജ്രിവാളിന്. പക്ഷെ പുതിയ ചോദ്യങ്ങൾ കൂടി അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യും. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു.